ഡൽഹിയിൽ 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. സംഭവത്തിൽ സമീപവാസിയായ ടാക്സി ഡ്രൈവർ അറസ്റ്റിൽ. വഴിയരികിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്നാണ് ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ പുലർച്ചെയോടെയാണ് സംഭവം. വിഷ്ണു വിനോദുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്തായാലും അതീവ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ. വഴിയരികിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി എന്നൊരു തരത്തിൽ ഈ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലെ മെഹ്റൗളിയിൽ 10 വയസ്സുള്ള കുട്ടിയാണ്, വഴിയരികിൽ കിടന്നിരുന്ന 10 വയസ്സുള്ള കുട്ടിയെയാണ് ടാക്സി ഡ്രൈവർ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷം കൊലപ്പെടുത്തി എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കുറ്റം, അതായത് പ്രതി ഇപ്പോൾ നിലവിൽ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ വാർത്തയ്ക്കകത്ത് ഏറ്റവും പുതുതായി വരുന്ന വിവരമെന്ന് പറയുന്നത്. കുട്ടി, അതായത് ഇവർ വാടക വീട്ടിലാണ് ആദ്യം താമസിച്ചിരുന്നത്. അതിനുശേഷം ആ വാടക വീട് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിനകത്തേക്കാണ് ഇവർ റോഡരികിലേക്ക് താമസം മാറ്റുന്ന ആ ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതിനുശേഷം മാതാപിതാക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ട് സ്വന്തമായി ഈ കുട്ടി തൊഴിലൊക്കെ എടുത്തിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടി ഈ ടാക്സി ഡ്രൈവറുടെ കണ്ണിൽപ്പെടുന്നതും കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ഒഴിഞ്ഞ വനപ്രദേശത്ത് കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം തിരിച്ച് ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പദ്ധതിയിട്ടിരുന്നതെന്നാണ് ഡ്രൈവർ പോലീസ് നൽകിയ മൊഴി. പക്ഷേ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പോലീസിനെ കണ്ട് പിന്മാറിയ പ്രതി വനപ്രദേശത്ത് കൊണ്ടുപോയി കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. എന്താണെങ്കിലും പോലീസിനകത്ത് പ്രതി ഇപ്പോൾ നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. 25 വയസ്സുള്ള ബബ്ലു എന്നു പേരുള്ള ഒരു യുവാവിനെയാണ് ഈ പ്രതിയായിട്ട് ഈ കേസിൽ ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മാതാപിതാക്കളാണെങ്കിലും കുട്ടിയെ കാണാതായതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും അതിനെ തുടർന്ന് നടത്തി CCTV, അതായത് പ്രദേശത്തിനകത്തുള്ള 100ഓളം വരുന്ന ക്യാമറകൾ CCTVകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ആളുടെ സ്ഥലത്തു നിന്നും ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന നിലയിലുള്ള ദൃശ്യങ്ങളടക്കം കണ്ടെടുത്തുകൊണ്ട് പ്രതിയെ ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുള്ളത്. എന്നാൽ നിലവിലിപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചിട്ടുണ്ടെന്നുമാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ശരി, വ്യക്തമാണ്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.